വി ശിവദാസൻ, ഒരു ദിവസം രാജ്യസഭ ചെയർ ചെയ്ത ആൾ അന്ന് രാത്രി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിച്ച് രാജിവെക്കുകയാണ്. ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ഒരു സെറിമോണിയസ് ആയിട്ടുള്ള എക്സിറ്റ് അല്ല നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വായിച്ചെടുക്കാം. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ രാജിക്കത്തിൽ അങ്ങനെ ഒരു സൂചനയും ഇല്ലാത്താനും. രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ചെയർമാന്റെ ഇങ്ങനത്തെ ഒരു വിടവാങ്ങലിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ശരിയായ അർത്ഥത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ നാളിതുവരെ ഇരുന്നിട്ടുള്ള ഒരാൾ അപമാനിതനായി ആട്ടിയിറക്കപ്പെട്ടു എന്ന നിലയിലാണ് രാജ്യമാകെ ചർച്ച ചെയ്യുന്നത്. അതിന് വിവിധങ്ങളായ ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിവിധ അനുഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതോ മറ്റേതെങ്കിലും കാര്യമല്ല, മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 13 തവണ വെങ്കയ്യ നായിഡുവിന് വിദേശത്ത് പോകുന്നതിന് വിദേശ രാജ്യങ്ങളുമായിട്ട് ഔപചാരിക ചർച്ചകൾ നടത്തുന്നതിനുള്ള അനുമതി ലഭിക്കുകയുണ്ടായി, സൗകര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ കേവലം 4 തവണ മാത്രമാണ് വിദേശത്ത് ഇദ്ദേഹത്തിന് പോകുന്നതിന് സാധിച്ചത്. അതിൽ തന്നെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ ഉണ്ടായി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര പ്രോട്ടോകോൾ പരിഗണന പല ഘട്ടങ്ങളിൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇറാൻ സന്ദർശനമായിട്ടുള്ളത്. അവിടെ എത്തിയ വേളയിൽ അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങൾ പോലും ലഭ്യമായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയുണ്ടായി. മറ്റൊന്ന്, രണ്ടാമത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒന്ന്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ കൃത്യമായ സമയത്ത് അറിയിച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടും വരികയുണ്ടായി. ഇതിനൊപ്പം തന്നെ BAC മീറ്റിംഗ് മാറ്റിവെക്കപ്പെടുന്നതിനിടെയായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് BAC മീറ്റിംഗ് മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത്? രാജ്യസഭാ അധ്യക്ഷൻ ഒരു യോഗം വിളിച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക എന്നുള്ളത് മന്ത്രിമാരായിട്ടുള്ള ആളുകളുടെ, ചുമതലപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണം നിർവഹിക്കാത്തതുകൊണ്ടാണോ അദ്ദേഹത്തിന് മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത്? ഇനിയുമുണ്ട്. അന്ന് അദ്ദേഹം രാജിവെക്കുന്ന ദിവസം രാവിലെ പാർലമെന്റിനകത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുവാദം കൊടുത്ത വേളയിൽ രാജ്യത്തിൻ്റെ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിലെ പാർലമെൻ്ററി കാര്യ മന്ത്രിയും സഭാ നേതാവുമായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ. മറ്റൊന്ന്, അന്നേ ദിവസം തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ജസ്റ്റിസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇംപീച്ച്മെൻറ്റ് ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് സ്വീകരിച്ചതായിട്ട് അദ്ദേഹം ഹൗസിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തുടർന്ന് നടന്നിട്ടുള്ള സംഭാഷണങ്ങൾക്കിടയിൽ, പാർലമെൻറ്റിൽ നടന്നിട്ടുള്ള, രാജ്യസഭയിൽ നടന്നിട്ടുള്ള ചർച്ചകൾക്കിടയിൽ അവിടെ ബഹുമാന്യനായിട്ടുള്ള JP നദ്ദ നടത്തിയിട്ടുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ RSSൻ്റെ വിനീത വിധേയനായി പ്രവർത്തിച്ചാൽ പോലും ആ വിനീത വിധേയത്വം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അഭിമാനമുള്ള ഒരാൾക്കും ചെയർമാൻമാരിൽ നിന്ന് വ്യത്യസ്തരായി അല്ലെങ്കിൽ കൂടുതൽ അഗ്രസീവായി പ്രതിപക്ഷത്തെ നേരിട്ടിരുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് അനീതി കാണിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്ന ആളാണ് ജഗ്ദീപ് ധൻഖർ. ഇപ്പോൾ കല്യാൺ ബാനർജി അദ്ദേഹത്തെ കളിയാക്കി മിമിക്രി ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി അത് ഫോണിൽ പകർത്തുകയൊക്കെ ചെയ്തത് ഒരു സമയത്തെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നല്ലോ. അതിൽ തന്നെ ഉപരാഷ്ട്രപതിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഗവർണറായിരുന്ന സമയത്ത് ബംഗാൾ ഗവൺമെന്റുമായി വലിയ ഷണ്ട ഉണ്ടാക്കിയ ആളാണ്. അങ്ങനെ എന്താ പറയുക, BJPയുടെ അത്രയും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത്ര ആ നിലക്കുള്ള പരിഗണന കിട്ടിയ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് ഈ പണ്ടിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ടൂറിന് വിട്ടില്ല എന്ന് പറഞ്ഞ് പിള്ളേർ പിണങ്ങി പോകുന്നത് മാതിരി പിണങ്ങി പോകുന്ന ആളാണോ? BJPയുടെ വിനീത വിധേയന്മാരായിട്ടുള്ള ആളുകൾക്കുൾപ്പെടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ, വിനീത വിധേയതായിരിക്കുകയും അല്പമെങ്കിലും മാനുഷികതയോ സ്വന്തമായ അഭിപ്രായങ്ങളോ നിലപാടുകളോ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് പറ്റുക എന്നുള്ളത് ഓരോ കാലഘട്ടവും അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് കാണേണ്ടുന്ന കാര്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിക്കവേ ജഗ്ദീപ് ധൻഖറിനോട് പല നിലയിൽ വിയോജിപ്പുകളുണ്ടായിരുന്നു. വിയോജിപ്പുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വിയോജിപ്പുകൾ കൂടിയാണ് ഇന്ത്യയുടെ സൗന്ദര്യം, രാജ്യത്തിൻ്റെ സൗന്ദര്യം, ജനാധിപത്യം. അതാണ് എന്ന് പറഞ്ഞാൽ യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുമെന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്നുള്ള ആ കൺസെപ്റ്റ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനോട് പല വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ ഒന്ന് പറയുകയാണ്,
ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ആ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടത് ചില ആദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കണം. അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും കാണാനും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാനും എല്ലാമുള്ള അവകാശങ്ങളും ഇടങ്ങളും എല്ലാവർക്കും ഒരുക്കിക്കൊണ്ട് മാന്യതയുടെയും മര്യാദയുടെയും തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഏത് ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആളും ഒഴിഞ്ഞു പോവേണ്ടത് എന്നുള്ളത് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ രാജ്യസഭാ ചെയർമാൻ, ആ ചെയർമാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലായ്മ, എല്ലാ അർത്ഥത്തിലും ഒരു നിഗൂഢത നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവശേഷിപ്പിക്കുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് അപകടകരമായിട്ടുള്ള ഒരു ചൂണ്ടുപലകയായി നിൽക്കുകയാണ്.